ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വ്യത്യസ്ത രുചിയിലുള്ള 2 തരത്തിലുള്ള ചട്നികളാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പിയാണിത്. ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഈ ചമ്മന്തികളുമായിരുന്നു. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം. ഇതാ ഒരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 5 ചുമന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലുള്ള ചമ്മന്തികളാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ 5 വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഒരു സവോള, വലിയൊരു സവോളയാണ് കേട്ടോ, അത് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞത് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ അരച്ചെടുക്കാനുള്ളതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അധികം ബ്രൗണൊന്നും ആയി പോവണ്ട. ഇതാ അങ്ങനെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ വറ്റൽമുളകൊക്കെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 2 പിടി ചട്നി കടലയാണ് കേട്ടോ. കടലപ്പരിപ്പല്ല, ചട്നി കടല, അതായത് പൊട്ടുകടല. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിനെ നമ്മൾ ഇതുപോലെ അങ്ങ് പൊടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവോള കൂടെ ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്തിട്ടുള്ളത്. ചട്നി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് അപ്പോൾ മുളകിൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ. ഇനി നമുക്കിതിന് അരയാൻ ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ റെഡ് കളറിലുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നി കൂടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യത്തിന് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എരിവ് അധികമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ചമ്മന്തി തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 പിടി പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 3 പിടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് 1 പിടി തേങ്ങേൻ്റെ പീസുകളാണ് കേട്ടോ. ചെറിയ തേങ്ങയാണെങ്കിലും 1 പിടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിൽ ഇതിൽ ഞാൻ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആദ്യം അരച്ചു കൊണ്ടുവരാം. അതാ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തരിതരിയായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് അല്പം മല്ലിയിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മല്ലിയിലൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് മണം ഇഷ്ടമില്ലെങ്കിൽ ഇതും അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് അരയാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഇതാ ആ ചട്നി ഇവിടെ റെഡിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പം പച്ച കളറിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഞാൻ മല്ലിയില അല്പം കൂടുതൽ ചേർത്തുകൊണ്ടാണ് ഈ കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 2 തരത്തിലുള്ള ചട്നികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ കഴിക്കാം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.